ഈ വചനം ഹല്ലേലൂയ നിർമ്മല മനസ്സാക്ഷിയോട് പറയുന്നതാണ്. ഇന്ന് വിജയിച്ചിട്ട് പ്രസംഗിക്കുന്നത് ദൈവം നിർമ്മല മനസ്സാക്ഷി തന്നിട്ടുള്ളതാണ്. ഏറ്റവും പാപമാണ്, ആ പാപമാണ്. കൈയിട്ട് വായിച്ചിരുന്ന് വെള്ളത്തെ ചെയ്തിട്ട് ദുരിതം മിസ്യൂസ് ചെയ്താൽ ദൈവം അടുത്ത വാക്ക് പറയാൻ സംഭവിക്കാതിരിക്കട്ടെ. ദൈവസഭയിൽ പറഞ്ഞാൽ ദിനോംശാരിയല്ല പറഞ്ഞത്, ന്യായവിചാരിക്കാൻ സമയമായി എന്റെ ബൈബിളിലുണ്ട്. വിശുദ്ധിയുടെ ദൈവം ചെയ്തേ പറ്റൂ. കാരണം കാണാൻ വരുന്നത് മണവാട്ടി കടയിൽ ചുരുക്കമില്ലാത്ത മണവാട്ടിയെ മാത്രമേ ദൈവം സ്വീകരിക്കുന്നു. നമ്മൾ എത്ര പോയി കാര്യമില്ല. അവസാനത്തിലൂടെ ഞാൻ നമുക്കെല്ലാം അറിയാം. രണ്ടു കൂട്ടര് ദൈവം ദാനം ചെയ്ത് ഒളിച്ചിരുന്നവരും പിന്നെ ശത്രുവിനോട് ചേർന്നവരും രണ്ടു കൂട്ടത്തിലാണെങ്കിലും രാജ്യം ചിലര് കോണ്ടന്റിലായി. ബാക്കിയുണ്ട് കേട്ടോ, ഒഴുക്കുന്നതായിരുന്നില്ല. ദൈവം ദാനം ചെയ്തു. യോനാഥാൻ ഇറങ്ങിയപ്പോൾ ദൈവം മാനിച്ചു. ശത്രുവാൾക്ക് വലിയ കലക്കമുണ്ടായി, വലിയ സൈന്യമാണ് വിചാരിച്ച് അവരതിനു വേണ്ടി അവരെല്ലാം കൂടുകയാണ്. ശൗലപ്പഴാണ് സമയത്തിരിക്കുന്നത്, അതുകൊണ്ട് ആവശ്യം കിടക്കുന്നില്ല. എന്നാൽ മലനാട്ടിൽ ഒളിച്ചിരിക്കുന്ന കൂട്ട് സ്തോത്രം വായിച്ചാട്ട് ഇന്ന് കാട്ടി ഒളിച്ചിരിക്കുന്ന ഉണ്ടല്ലോ. 5 മിനിറ്റ് ഉള്ളതേ ഒന്നും നടത്താനാകാമോ? അല്ലേ 5 മിനിറ്റ് നീട്ടുന്നുള്ള കാര്യം ചോദിക്കാതെ ശരിയാ. ചെറുപ്പം നേരത്തെ പോയാൽ ഒരു ആക്സിഡന്റ് കേട്ടിട്ട് പോയാൽ മതിയല്ലേ? നമ്മൾ ഈ 5 മിനിറ്റോ 10 മിനിറ്റോ ചെയ്തിട്ട് വലിയ കാര്യമില്ല. കുട്ടികളെ ഷോർട്ട് കട്ടിൽ പോകുന്നതോ ഏറിയായിട്ട് ആശീർവാദം പറയുന്നത് ഓടി പോകുന്നത് ചെയ്തിട്ട് എന്താ സാധിക്കാൻ? ഹല്ലേലൂയ. ഇനി അവസരം ചിലപ്പോൾ വീട്ടിൽ വരികയില്ല. ഇന്ന് രാത്രി ആ ബാക്കി എടുത്തുമായിരുന്നു. 20 ബാക്കി അല്ല 20 വേണ്ട, 21 അല്ല 22. 30 പേരോട് ഞാൻ ചുറ്റുമുള്ള ദേശത്ത് നിന്ന് അവരോട് പാടത്തിൽ വന്നിരുന്ന എബ്രായരും ഇവരോട് ചേർന്നു. രണ്ടാമത് എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേല്. 2 കൂട്ടർ ഇത് രാത്രി ശൗലിനോട് ചേർന്നുണ്ട്. അവര് ദൈവം വിളിക്കുന്ന രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ ബോണ്ടേജിലായി. ദിവസം അവർക്ക് ശാരീരികമായി വരത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. പൊസഷൻ വരണം വരുന്നില്ല, അറ്റോമെന്റ് വരണം, ബ്ലഡ് ഓഫ് ജീസസ്. പക്ഷെ ഓപ്പറേഷൻ വരും. രാത്രി അനേക ശത്രു ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ചിന്താമണ്ഡലത്തെ യേശുവിന്റെ നാമത്തിൽ നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തി ഓപ്പറേഷൻ സ്പിരിറ്റ് ഐ ബൈൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീക്കുപോകൊണ്ടത് രാത്രി ആ ശത്രുവിന്റെ ബോണ്ടേജ് ഇരിക്കുന്നത് ഇന്ന് പോയി ഇരിക്കുന്നത്. അതിനൊരു സ്പെഷ്യലിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണ്ട. അനോയിന്റിങ് ഉണ്ടെങ്കിൽ ഈ ഇന്ന് രാത്രി ഞാൻ പെടുന്നില്ല. എന്നാലും അനോയിന്റിങ് പറഞ്ഞാൽ ഈ മനസ്സിന് ശക്തിയുണ്ട്. എന്റെ പൊന്നു കർത്താവിന്റെ അംഗത്തിൽ ഈ വരവ് തന്നെ ശക്തി ഉണ്ടായിരുന്നു. അതേ ശക്തി ഇന്ന് വന്നത് ഇന്നത്തെ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യന്മാരെ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ വചനം ആത്മാവ് വിസ്തരിച്ചപ്പോൾ അതിന് എന്ത് ശക്തി ഉണ്ടായിരുന്നു? ഇന്നും അതേപോലെ ആത്മാവ് വിസ്തരിച്ചാൽ ഈ വചനത്തിന് അതുപോലെ ശക്തി ഉണ്ടെന്ന് നിങ്ങളുടെ മാത്രമേ വിശ്വസിക്കാം. സൗഖ്യമാനങ്ങൾ സൗഖ്യമാകും. വെളിയിൽ പറ്റുന്നില്ല, ഞങ്ങൾ വരുന്നു. ഇനി ഒളിച്ചിരിക്കല്ലേ, പിടികൊടുക്കാതിരിക്കല്ലേ. പണ്ട് സുഖമാനം കൊണ്ടത് പിടികിട്ടാൻ പോയായിരുന്നു. പിടികിട്ടാ ദൈവത്തിന്റെ പിടികൊടുക്കുക. രക്ഷിക്കപ്പെട്ടു സ്ഥാനപ്പെടുന്ന അറിയാം, പക്ഷേ പിടികൊടുത്തിട്ടില്ല. നാമത്തിൽ ദൈവത്തിനെ പിടിക്കാൻ പോവുകയാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസമാണ് സ്ത്രീക്കുന്നത്. അത് തീർച്ചയായും പറയില്ല. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അല്ലല്ലോ എവിടെയോ കൽപ്പനയല്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, ഈ ദാറ്റ് ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഷാൽ ബി സേവ്ഡ്, ഈ ദാറ്റ് ബിലീവത്ത് നോട്ട് ഈസ് കണ്ടംൻഡ്. 10 പൗണ്ട് കൂട്ടി പറഞ്ഞു. അല്ലല്ലോ അത് മരിക്കാൻ സമയമില്ല. ഈ മാർഗം എന്ന് പറയുന്നത് ഈ പാവന മാർഗമല്ല. മാർഗം എന്ന് പറയുന്നത് ഇന്ന് ഹല്ലേലൂയ അനേക നേതാക്കൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ ഇലക്ഷനിക്ക് പല നേതാക്കൾ നിരന്തരമായി പ്രാർത്ഥിക്കാൻ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. മന്ത്രവാദം വലിക്കപ്പെടുന്നു, ജീവിക്കുന്നു, യേശുക്രിസ്തു ജീവിക്കുന്നു, അതിന്റെ യേശുക്രിസ്തു ജീവിക്കുന്നു. ബിഷോപ്പന്മാരെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. ചെറുപ്പം പറയണ്ടായിരുന്നു. ഹല്ലേലൂയ. ബിഷോപ്പ് പറഞ്ഞു, എനിക്ക് സത്യമാണ്.
വിശ്വാസാനം പ്രാപിക്കണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ഇത് പെന്തക്കോസ്തുകാരുടെ കുത്തകയല്ല. വിശുദ്ധിയെ വേർപാടിച്ചിരിക്കുന്ന ദൈവത്തോട് ചേർന്ന് ആരാധിക്കണം. നല്ല ഓർമ്മ അല്ലൂല്ല. ഇവിടെ പാർട്ടി വലിയൊരു ക്രൂസറുണ്ടെന്ന് അല്ലൂല്ല. അനേക വിടുതൽ പ്രാപിക്കാനുണ്ട്. അനേക അല്ലൂയ. ദുബായി ഇക്കണോമി മോശമാണെങ്കിൽ ദൈവാത്മാശക്തിയോട് പ്രവർത്തിക്കുന്നത് ഇതാണ് സമയം. അല്ലൂയ. അതുപോലെ വരുമ്പോഴാണ് ഈ പ്രവർത്തിക്കുന്നത്. എവിടെയാണ് വെട്ടുമുമ്പ് പോയെന്ന് പറയുന്നില്ല. മരണത്തിൽ ജനം പറഞ്ഞു, അല്ല ജനമല്ല, ഒരു പറഞ്ഞു യോനാഥാനെ നീ മരിക്കുന്നു. ഞാനത് വിളിക്കേണ്ട ആവശ്യമുണ്ട്. വീട്ടിൽ ചെന്ന് വായിക്കാൻ ആശയായി. സ്വന്തം ഭവനത്തിൽ നിന്ന് ശാപവാക്യം യേശുവിന് സ്വന്തം പിതാവ് ശാപവാക്യം പറഞ്ഞു, യോനാഥാനെ നീ മരിക്കണം, നീ മരിക്കണം. ഇവിടെ അപേക്ഷിക്കുന്നവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം ശ്രമിക്കാം. ചിലർ കണ്ടെടുക്കുന്ന ഇനി നമുക്ക് പ്രവർത്തിക്കാൻ ശ്രമിക്കാം. ചിലർ എഴുന്നേറ്റാണ് വളരെ പ്രാർത്ഥനയുണ്ട്. ജീവനെടുക്കുവാൻ ചിലർ ശ്രമിക്കുമ്പോൾ തന്നെ എന്റെ ശുശ്രൂഷയില്ലാതാക്കുവാൻ, ഹല്ലേലൂയ, എന്നെ കുടിച്ചു കളയുവാൻ, ഹല്ലേലൂയ, ശൗലം അഭിഷേകം ശ്രമിക്കുന്നുണ്ട്. നീ അതറിയാതിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ലോകത്തിൽ സംഭവിച്ചാൽ വിടുതലുണ്ട്. നമ്മുടെ ദൈവങ്ങൾ ദർശനം ചെയ്യുന്നത് യോനാഥാനെ ബിജെപിക്കാരല്ല. ഓ മൈ ഗോഡ്, മൈ ഗോഡ്, ഹല്ലേലൂയ, എന്റെ സ്വന്തം പിതാവ് നിന്നെ ക്ഷമിക്കുമ്പോൾ സ്വർഗ്ഗപിതാവിനെ അനുഗ്രഹിക്കാനും നീക്കുപോകുന്ന അകത്ത് ഒരുക്കിയിരിക്കുകയാണ്. എല്ലാം മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നീക്കുപോകുന്നു. ചിലർക്ക് ആയിരം ഞാൻ പോയാണ്, കേട്ടുവാൻ പോവുകയാണ്, ചിലർ നാട്ടിലേക്ക് ഒലിപ്പിക്കാൻ പോവുകയാണ്, ഇതുവരെ ഇതിനെക്കൊണ്ട് നാട്ടുപൊലിപ്പിക്കാൻ പോവുകയാണ്, ഇതുവരെ ദൈവത്തെ ചുറ്റുകാൻ പോവുകയാണ്, ഇതുവരെ അയക്കാൻ പോവുകയാണ്. ഇതിനെ ഒതുക്കുവാൻ, ഇതിനെ നശിപ്പിക്കുവാൻ, അത് മരണത്തിൽ വിധിക്കുവാൻ ഡോക്ടർ പറഞ്ഞു, നീ മരിച്ചു പോകും. എത്ര നാമത്തിൽ ഇന്ന അവയവമില്ല, ഇന്ന അവയവം നഷ്ടപ്പെട്ടു. ഡോക്ടർ പറയുമ്പോൾ മലയാള ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഓ മൈ ഗോഡ്, മൈ ഗോഡ്, ദൈവാത്മാവ് സംസാരിക്കുന്നു. പത്തൈതാമണിയായി സ്വന്തം ശ്രദ്ധിക്കുന്ന നിമിഷത്തിൽ ഈ വനത്തിന്റെ ആദ്യകാലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി മെസ്സേജില്ലാത്ത കാര്യമില്ല, നീക്കുപോക്ക് ആവശ്യമില്ലാത്ത കാര്യമില്ല. ഡോക്ടർ പറഞ്ഞു ലാബറട്ടറി റിപ്പോർട്ട് വിളിച്ചത് അത് റിപ്പോർട്ട് ഫാക്ട് ആയിരിക്കാം. I don't say it is right, but facts are not necessarily the truth. അവർ പറയാമോ? അവർ പറയുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ ലാബറട്ടറി റിപ്പോർട്ടിനെ നീക്കിയതാണ് പറയുന്നെങ്കിൽ സത്യമല്ല. അവന്റെ അടുത്തുള്ള അവന്റെ അടുത്തുള്ള മാത്രമല്ല, വളരെ മനോഭാരമാണ് പറയുന്നു.
തലമുറയോട് പറയാറുന്നു, എന്റെ കുടുംബത്തോട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. എന്റെ ഹിതം വേണ്ടവന്നാലേ നിന്റെ ഹിതം മാത്രമായി തീരുമാനിക്കുന്നു. ഈ തീരുമാനത്തിൽ തുടങ്ങിയാണ് യുദ്ധത്തിൽ വിജയം മാത്രമല്ല, ഇന്ത്യയിലെ പഠിച്ച കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. യുദ്ധത്തിൽ വിജയമുണ്ടായി മാത്രമല്ല